അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ജർമ്മനിയിൽ നിന്നും എത്തിച്ച മരുന്ന് ഉൾപ്പെടെ കുട്ടിക്ക് നൽകി വരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എങ്ങനെയാണ് ഈ ആരോഗ്യ പുരോഗതി? വേണു, ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ആരോഗ്യനില മെച്ചപ്പെട്ടിരിക്കുന്നു. കുട്ടി നല്ല രീതിയിലാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മരുന്നും അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള 4 മരുന്നുകളും ഉൾപ്പെടെ 5 മരുന്നുകളാണ് ഇപ്പോൾ കുട്ടിക്ക് നൽകുന്നത്. മരുന്നിനോട് നല്ല രീതിയിലാണ് കുട്ടി പ്രതികരിക്കുന്നത്. ആരോഗ്യനിലയിലെ പുരോഗതി വിലയിരുത്തിയാണ് കഴിഞ്ഞ ദിവസം ICUവിൽ നിന്ന് കുട്ടിയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോഴും നല്ല പുരോഗതിയുണ്ട്. ഈ വിധത്തിൽ ചികിത്സ തുടരുകയാണ് എങ്കിൽ ഒരാഴ്ചക്കകം തന്നെ കുട്ടിയുടെ ആരോഗ്യനില വീണ്ടെടുക്കാൻ കഴിയും. കുട്ടിക്ക് ആശുപത്രി വിടാനാകും എന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി അധികൃതരായിട്ടുള്ള ഡോക്ടർ അബ്ദുൾ റൌഫും സംഘവും വ്യക്തമാക്കുന്നത്. അബ്ദുൾ റൌഫിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരാണ് ഈ കുട്ടിയെ ചികിത്സിക്കുന്നത്. പയ്യോളി തിക്കോടി സ്വദേശിയാണ് ഈ 14-കാരൻ. അവിടെയുള്ള ഒരു കുളത്തിൽ നിന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് എന്നാണ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആ കുളം അടയ്ക്കുന്നതിനും ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് 3 കുട്ടികൾക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. അതിൻ്റെ ആ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും നൽകുന്നത്. ഏതായാലും ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയാണുള്ളത്. വേണു. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന്.